ഹായ്! എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു മിനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ എല്ലാ വീഡിയോസിലും വിപരീതമായിട്ട് വ്യത്യസ്തമായിട്ട് വേറൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്നെപ്പോലെ സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിട്ടൊരു വീഡിയോ ആയിരിക്കും. കാരണം ഏതൊരു പെണ്ണിനും ഉള്ള ഒരാഗ്രഹമാണ് നല്ലൊരു കിച്ചൺ. അതുപോലെ തന്നെയാണ് ഒരുപാട് എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ തരാം. അതായത് ഞാനൊരു വൈറ്റ് തീം നിങ്ങൾ കാണുന്ന പോലെ തന്നെ വൈറ്റ് തീമിലാണ് നമ്മൾ ഈ കിച്ചൺ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതെടുത്ത് പറയാൻ ഞാനിത് നിങ്ങളെ കാണിക്കാൻ കാരണം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തൊരു കിച്ചണാണ്. കാരണം ഒരുപാട് വലുതല്ല. പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിത് ഫെറോ സിമെൻറ്റിലാണ് ഇതിൻ്റെ ഉള്ളിലെ ഫ്രെയിമും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കിച്ചണാണ്. കാരണം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഫെറോ സിമെൻറ്റ് എന്താണെന്ന്. അപ്പം അതിൻ്റെ എന്താ പറയുന്നത്, ഒത്തിരി ബാഡായിട്ടുള്ള കാര്യങ്ങളും കേൾക്കുന്നുണ്ട്, നല്ല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇത് പണിതിട്ട് 1 വർഷമായി. എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലും ഇങ്ങനെയാണ് ഫെറോ സിമെൻറ്റിന് അവർ പണിതിട്ട് 5-6 വർഷം ഇതുവരെയായിട്ടും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങളും ഇത് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനും കാരണം കേട്ടോ. അപ്പം നമ്മൾ ഉള്ളിലെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ ഫെറോ സിമെൻറ്റ്. നമ്മുടെ റൂമുകളിലെ വാർഡ്രോബും കാര്യങ്ങളെല്ലാം നമ്മൾ ഫെറോ സിമെൻറ്റിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പം മറ്റുള്ള മെറ്റീരിയലിനെ വെച്ച് നോക്കുമ്പോൾ മൾട്ടിവുഡിലൊക്കെ ചെയ്യുന്നതിനെ വെച്ച് നോക്കുമ്പോൾ പകുതി പൈസ നമുക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് തിരഞ്ഞെടുക്കാൻ കാരണം. അതുപോലെ തന്നെ അതിൻ്റെ പുറത്തെ ഡോർസിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും വരുന്നത് അത് നമ്മൾ മറൈൻ പ്ലൈവുഡിൽ മയക്കി ഒട്ടിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ടീമാണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ഇൻറ്റീരിയർ വർക്ക് നമ്മൾ ഈ വീടിന് ചെയ്തിട്ടില്ല. ഒരുപാട് പൈസ ആ വഴിക്ക് നമ്മൾ കളഞ്ഞിട്ടില്ല. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിക്കും മിതമായ രീതി മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കയ്യിലൊതുങ്ങുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതൊരു ആഗ്രഹമായിരുന്നു, ഒരു വൈറ്റ് കിച്ചൺ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൻ്റെ പുറത്ത് നമ്മളിത് പണിയിപ്പിച്ചതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൗണ്ടർ ടോപ്പ് വരുന്നത് നാനോ വൈറ്റാണ്. വൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും വൈറ്റ് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും തന്നെ വൈറ്റ് എന്ന് പറയുന്നൊരു എന്താ പറയുക ഒത്തിരി 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 ഇഷ്ടമുള്ളൊരു സംഭവമാണ്. വൈറ്റായി കഴിയുമ്പോൾ നമ്മൾ അതുപോലെ മെയിൻ്റനൻസ് കൂടുതലാണ്. നമ്മൾ എന്താ പറയുന്നത് ക്ലീനാക്കി ഇടണം. പക്ഷേ ക്ലീനാക്കിയിട്ടാൽ അതുപോലെ ക്ലീനായി കിടന്നോളും, നല്ല വൃത്തിക്ക് കിടന്നോളും. അപ്പം നമ്മൾ ഉള്ളിൽ എല്ലാം ഇതൊരു നിങ്ങൾക്ക് കാണാം, ഡോൾസിന് നമ്മളൊരു ലൈറ്റ് ഗ്രേ ആണ്. വൈറ്റ് വീഡിയോയിൽ നമ്മൾ വൈറ്റായിട്ടാണ് കാണുന്നത്, അതൊരു ലൈറ്റ് ഗ്രേ ആണ് ശരിക്കും ആ ഡോറിൻ്റെ കളറ് വരുന്നത്. ഈ കളർ തന്നെയാണ് നമ്മൾ ഉള്ളിൽ എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. അപ്പം ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് അങ്ങനെ വന്നിട്ടുണ്ട് വീഡിയോസിൽ നമ്മൾ കാണുമ്പോൾ അതൊരു വൈറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ആരും തന്നെ ഈ കിച്ചൺ റഫ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കാരണം എനിക്ക് അവരെ കൊണ്ട് റഫ് യൂസ് ചെയ്യാൻ പേടിയായിട്ട് തന്നെ കാരണം നമുക്ക് വേറെ 2 വർക്ക് ഏരിയ ഉള്ളത് കൊണ്ട് അവിടെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം വൈറ്റ് ആയതുകൊണ്ട് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെല്ലാം ഉള്ളിലെല്ലാം പുൾ ഔട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസിലാണ്. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ വലിച്ചടയ്ക്കുമ്പോൾ പിന്നെ അതിൻ്റേതായ കേടുപാടുകളൊക്കെ സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത് സോഫ്റ്റ് ക്ലോസിലാണ് അതിൻ്റെ ഉള്ളിലെ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനെ വീട് പണിയുന്നവർക്കറിയാം, നമ്മളൊരു ടീമിനെ ബന്ധപ്പെടുമ്പോൾ ഇൻറ്റീരിയർ വർക്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മളൊരു ടീമിനെ ബന്ധപ്പെടുമ്പോൾ അവർ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് തരും. നമ്മളാണ് അതിനകത്ത് നിന്നെല്ലാം ചൂസ് ചെയ്യേണ്ടതും. മെറ്റീരിയലും കാര്യങ്ങളും ടൈപ്പും എല്ലാം കളറും എല്ലാം നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും എന്താ പറയുന്നത് അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാത്തിനും റേറ്റ് വ്യത്യാസമായിരിക്കും. അതനുസരിച്ച് ഇരിക്കും നമ്മുടെ ഫൈനൽ കാൽക്കുലേഷൻ വരുമ്പോൾ. അപ്പം എല്ലാം തന്നെ നമ്മൾ നല്ല സാധനം തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഫെറോ സിമെൻറ്റിലേക്ക് തിരിയാൻ കാരണം എന്താ പറയുന്നത്, നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒത്തിരി പേര് വെച്ചതുകൊണ്ട് നമുക്കത് നല്ലതാണെന്ന് അറിഞ്ഞതുകൊണ്ടുമാണ് നമ്മൾ അതിലേക്ക് തിരിയാൻ കാരണം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, സീലിങ്ങും കാര്യങ്ങളും നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് പ്രൊഫൈലൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ജിപ്സം വർക്കും ഒന്നും നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും എന്താ പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും കൂടുതൽ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ എടുത്ത് പറയുവാണ്, വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട്, ഷേക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലില്ലാത്തതുകൊണ്ട് കൊച്ചാണ് വീഡിയോ എടുത്ത് തരുന്നത്.
അവൻ കുഞ്ഞാണ്, അവന് പറ്റുന്ന രീതിക്കാണ് എടുത്തു തരുന്നത്. എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.